വയനാട് ദുരിതബാധിത മേഖലയിലെ പാടികളിൽ താമസിച്ചിരുന്ന പലരും ഇപ്പോഴും പുനരധിവാസ പട്ടികയ്ക്ക് പുറത്താണ്. ദുരന്തബാധിതർക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും തുടർന്നുള്ള ജീവിതം ദുരിതത്തിലാകുമെന്ന ആശങ്കയിലാണ് ഇവിടെയുള്ളവർ. കേവലം സാങ്കേതികത്വത്തിന്റെ പേരിലാണ് പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് എന്നാണ് ഇവരുടെ പരാതി. കഴിഞ്ഞ ഒരു വർഷത്തോളമായി പലയിടങ്ങളിലായി വാടക വീടുകളിൽ കഴിയുകയാണ് ദുരന്തബാധിത മേഖലയിലെ പാടികളിൽ ജീവിച്ചിരുന്ന കുടുംബങ്ങൾ. തോട്ടം തൊഴിലും മറ്റും ആശ്രയിച്ചായിരുന്നു ദുരന്തത്തിന് മുമ്പ് ഇവരുടെ ജീവിതം. ഉരുൾപൊട്ടിയൊലിച്ചെത്തിയ രാത്രിയിൽ ജീവനും കയ്യിൽ പിടിച്ചോടിയതാണ്. നിലവിൽ വാടക അടക്കമുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ദുരന്തബാധിത പട്ടികയ്ക്ക് പുറത്താണ് ഇവർ. കാരണം എന്താന്ന് നോക്കുമ്പോൾ മാനദണ്ഡമാണ് അവർ പറയണത്. ഞങ്ങളെ പാടി താമസിക്കുന്ന അതുപോലെ തന്നെ 2 പാടിക്കാർ ലിസ്റ്റിൽ പെട്ടത് കാരണം 50 മീറ്ററിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ്. മത്തായി കല്ല് വെച്ച 50 മീറ്ററിൻ്റെ കല്ല് വെച്ചതിൻ്റെ 1 മീറ്റർ പോലും ഇല്ല ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ. എന്നിട്ടാണ് ഞങ്ങളവർ ഒഴിവാക്കിയിട്ടുള്ളത്. ദുരന്തബാധിതർക്കുള്ള പുനരധിവാസം പൂർത്തിയാകുന്നതോടെ വീട്ടുവാടക ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ നിലയ്ക്കുമെന്ന ആശങ്കയിലാണ് ഇവർ. ഗവൺമെൻറ് തരുന്നത് വരെ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും? ലിസ്റ്റിലും പെട്ടിട്ടില്ല. ഈ 8000 രൂപയൊക്കെ വാടക കൊടുത്തിട്ട് എങ്ങനെ നമ്മൾ ജീവിക്കാമെന്ന് അറിയില്ല. നമ്മൾ 500-1000 രൂപയും കൊടുത്ത് വാടകയ്ക്ക് നിന്ന ആൾക്കാരാണ്. നമ്മളെപ്പോൾ തന്നെ എല്ലാവരും ആ ആൾക്കാരാണ് ഇന്ന് 8ഉം 10ഉം കൊടുത്ത് വാടകയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വാടക നിന്ന് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്കയിലാണ് എല്ലാവരും ഉള്ളത്. പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി കയറാത്ത ഓഫീസുകളില്ല. റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ടെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് ഒഴിവാക്കുകയാണെന്നും ഇവർ പറയുന്നു. ഈ ഒരു വർഷമായിട്ട് ഞങ്ങൾ വീട്ടിലിരിക്കാണ്ട് സ്ഥിരമായിട്ട് പോകുകയാണ്. എല്ലാവർക്കും കൊടുക്കേണ്ടടുത്ത് പരാതിയും മന്ത്രിനെ നേരിട്ട് രാജമിനിസ്റ്ററെ നേരിട്ട് പോയി കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. സാറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സാറ് പറയുന്ന മത്തായി സാർ കല്ലിട്ടതിൻ്റെ മാനദണ്ഡപ്രകാരം മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. കളക്ട്രേറ്റിലും കളക്ടർ എല്ലാവരും ഞങ്ങൾ പോയി കണ്ടു, നിരന്തരം പോയി കണ്ടു. ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല, പറയാത്ത ആൾക്കാരില്ല. കേവല സാങ്കേതികത്വത്തിന്റെ പേരിൽ ഇവരെ അവഗണിക്കരുതെന്നാണ് ദുരന്തത്തിന് ഒരാണ്ടാകുമ്പോഴും ഉയരുന്ന ആവശ്യം. അവർ 27 കുടുംബമുണ്ട്, പടവെട്ടിക്കുന്നില്ല. അവർ മാറാൻ തയ്യാറാണ്. 26 കുടുംബവും മാറാൻ തയ്യാറാണ്. ഞാൻ വ്യക്തിപരമായി എനിക്കറിയാവുന്ന ആളുകളായതുകൊണ്ടാണ്. അപ്പോൾ റാട്ടപ്പാടിയിലെ മുഴുവൻ ആളുകൾക്കും 1 മീറ്റർ ദൂരത്തിൻ്റെ അപ്പുറത്തായി പാടി എന്നുള്ളത് കൊണ്ടാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നത്. ആ മീറ്റർ അല്ലല്ലോ നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ദുരന്തമല്ലേ. അവർക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്? ഒരു വീടല്ലേ. ആ വീട് ലഭിക്കുന്നതോടുകൂടി അവരുടെ ഒരു പ്രയാസം നമുക്ക് അതിജീവിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ വീട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു മെറിറ്റ്. അതിന് സർക്കാർ തയ്യാറാവുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എത്രയും വേഗം അതെല്ലാം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എല്ലാം കഴിയുമ്പോൾ തങ്ങളുടെ ഭാവി എന്താകുമെന്നാണ് ദുരന്തബാധിത മേഖലയിലെ പാടികളിൽ താമസിച്ചിരുന്ന പലരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. മുണ്ടക്കയിൽ നിന്ന് ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണയോടൊപ്പം ഷബീർ ഒമർ, മീഡിയ 1. ഷബീർ ഒമർ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷബീർ, കഴിഞ്ഞ വർഷം ഈ ദുരന്ത സമയത്ത് ഷബീർ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ ഒരാണ്ട് പിന്നിടുന്ന സമയത്ത് വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ പൊതുവേ പറയാറുണ്ട് ഒരു സമയത്തിനനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും മറക്കുമെന്ന്. പക്ഷേ ഈ ഒരു വർഷം പിന്നിടുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അത് മറന്നിട്ടുണ്ടോ? ഭാവിയെക്കുറിച്ച് അവരെന്താണ് പറയുന്നത് ഷബീർ? അമൃത, ആദ്യമേ പറയേണ്ടത് നമ്മളിവിടെ അന്ന് വന്ന് കാണുമ്പോൾ കണ്ട കാഴ്ച അത് ഹൃദയഭേദകമായിരുന്നു. നമ്മുടെ ക്യാമറയിലൂടെ അത് പകർത്തി ലോകം മുഴുവൻ അത് കണ്ടതാണ്. അമൃത അടക്കം കണ്ടതാണ്. ആ ചൂരൽമല ടൗൺ ആണ് ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്നത്. നമുക്ക് അങ്ങോട്ട് കടക്കാൻ അനുവാദമില്ല. കാരണം ഈ മഴ അതിശക്തമായ മഴയാണ്. റെഡ് സോണിലാണ് ഇപ്പോൾ ഈ മേഖലയുള്ളത്. അപ്പോൾ ഇവിടെ പോലീസ് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ചൂരൽമല അങ്ങാടി. നേരത്തെ നമ്മൾ ഇവിടെ വരുന്ന ആ സമയത്ത് ഒരു വർഷം മുമ്പ് വരുമ്പോൾ ഇവിടെ ആകെ ചെളിയും മറ്റും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അത് പിന്നീട് നീക്കം ചെയ്തു. ഈ മേഖല, അതായത് ഇപ്പോൾ ഈ കാണുന്ന ഈ കടകളുള്ള മേഖല സാധാരണ നിലയിലേക്ക് വരാനുള്ള ശ്രമം നടത്തിയതാണ്. അതായത് കടകളെല്ലാം അത്യാവശ്യം തുറന്ന് ഇവിടെ വരുന്ന ആളുകൾക്ക് അത്യാവശ്യം സാധനങ്ങൾ കിട്ടുന്ന നിലയിലേക്ക് മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ കടകൾ അടഞ്ഞു കിടക്കുന്ന വിജനമായ ഒരു സ്ഥിതിയാണ്. ആരുമില്ലാത്തൊരു സ്ഥിതിയാണ് എന്ന് വേണം പറയാൻ. കാരണം ആരും ഇങ്ങോട്ട് വരുന്നില്ല. ഇപ്പോൾ തുറന്ന ഒരു കടയുണ്ട്, മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരിൽ. അദ്ദേഹം ഈ ചൂരൽമല അങ്ങാടിയിൽ ഏതാണ്ട് 55 വർഷമല്ലേ മുഹമ്മദ്? 55 വർഷം കട നടത്തിയ ആളാണ്. അദ്ദേഹം തന്നെ വിവരിക്കുക എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്ന്. എന്താ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ? അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ആരും വിടുന്നില്ല. മൊത്തത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ രാവിലെ തുറന്ന് കുറച്ച് നേരം പറഞ്ഞാൽ കുറെ സാധനങ്ങൾ നാശമായി പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചു നേരം തുറക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ നമ്മൾ അടയ്ക്കുകയും ചെയ്യും. നമ്മൾ ശരിക്കും തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഈ സാധനങ്ങൾ നാശമായി പോകല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 1/2 മണിക്കൂർ തുറക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ അടച്ചു പോകും. ആള് വരുന്നുണ്ടോ?
ആള് വരുന്നുണ്ട്. പക്ഷെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് വിടുന്നില്ല. വരുന്ന കാരണം കാര്യമായിട്ട് വരുന്ന പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചില ടൂറിസ്റ്റുകളാണ് വരുന്നത്. അപ്പം ഞങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര അബദ്ധമായ രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്. സർക്കാർ ഭാഗത്തുനിന്നും ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾ സംഘടനാപരമായിട്ട് അതും ഇല്ല. വ്യക്തിപരമായിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തന്ന ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. മറ്റ് നേരത്തെ ഇടക്കാലത്ത് വെച്ച് കുറച്ച് കടകളൊക്കെ തുറന്നിരുന്നല്ലോ ഇവിടെ. 2-3 കട അയാളിപ്പോൾ തുറക്കാതായി. ഒരു കടക്കാരൻ പറ്റി ഒഴിവാക്കി, പിന്നെ ഒരു കടക്കാരൻ പിന്നെ തീരെ തുറക്കാതായി. ഒരു കടക്കാരൻ ഇവിടുന്ന് പോയി. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം തുറക്കും, ഒന്നും കിട്ടൂല, വെറുതെ ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ തന്നെ ഇപ്പം പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ എന്താ സ്ഥിതി എന്നുള്ളത്. ഞാനിപ്പോൾ നിങ്ങൾ വന്നൊരു 10 സമയം ഒരു മനുഷ്യൻ പോയി ഇപ്പോൾ ദേവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ്. 55 വർഷം കട നടത്തിയ ആളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നിങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞല്ലേ? മൊത്തത്തിൽ മാറി പറഞ്ഞു. മൊത്തത്തിൽ ജീവിതം മാറി പറഞ്ഞു. കാരണം നമ്മൾ ഫാദറായിട്ട് തുടങ്ങിയ കടയാണ്. പള്ളിയോഗേൻ്റെ കെട്ടിടം. അപ്പം അതിങ്ങനെ പിന്നെ എങ്ങനെ പറഞ്ഞാൽ ഫാദറായിട്ട് എടുത്ത് അങ്ങനെ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഞാനായിട്ട് നടത്തുന്നത് പറഞ്ഞപ്പോൾ ഒരു 15 വർഷത്തിന് മേളിലായി എൻ്റെ കയ്യിൽ തന്നെ ആയിട്ട് ഞാൻ തന്നെ നടത്തുന്നത്. പിന്നെ ഇവിടുന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാറി മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നടാനുള്ളൊരു ശേഷി നമ്മളെ കൊണ്ടില്ല. ഇപ്പോഴത്തെ ചുറ്റുപാട് നമ്മളെ കൊണ്ടാവൂല. ഓരോരോ ദിവസത്തെയും കാര്യങ്ങൾ കഷ്ടിച്ച് പോവുക എന്ന് പറയണം. വീട് ഏത് ഭാഗത്ത് വരുന്നത്? എൻ്റെ വീട് കുറച്ച് അപ്പുറത്തേക്കാണ്. മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ, കുറച്ച് അങ്ങോട്ടേക്ക് പോകണം. കടയാന്ന് ചളിയൊക്കെ മൂടിയിരുന്നില്ല. ചളി കയറി പറഞ്ഞാൽ പിന്നെ എല്ലാവരും വന്ന് നന്നാക്കി തന്ന് പിന്നെ കുറെ സംഘടനകളൊക്കെ സഹായിച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോണത്. അവർ വാങ്ങി തന്നാണ് ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ അവർ വാങ്ങി തന്നതുമാണ്. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. ജീവിതം മൊത്തത്തിലാകെ അലമ്പായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അമൃത, അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് എന്താണ് ഈ ദുരന്തം ബാക്കിയാക്കിയത്, ഈ ഒരാണ്ട് തികയുമ്പോൾ എന്താണ് ദുരന്തത്തിന്റെ ബാക്കി പത്രം എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടേക്ക് ഇപ്പോൾ കടക്കാൻ അനുവാദമില്ല. റെഡ് സോണിലാണ് ഈ മേഖല ഉൾപ്പെടുന്നത്. കടകളടക്കം തുറക്കാൻ പാടില്ല എന്നുള്ളതാണ് നിർദ്ദേശം, ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. സ്വാഭാവികമായും ഇപ്പോഴത്തെ കാലാവസ്ഥ നിലയ്ക്കാണ്. നമുക്കറിയാം ഇതിന് പുറകിലുള്ള പുഴ കുത്തിയൊലിച്ച് വരുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ അല്പം മുമ്പാണ് ഇവിടെ നിന്ന് ഈ ലൈവ് തുടങ്ങുന്ന സമയത്താണ് ഇവിടെ നിന്ന് ഒരു KSRTC ബസ്, അത് പോയി കഴിഞ്ഞു, KSRTC ബസ് പോയത്. ആ ഡ്രൈവറോടും കണ്ടക്ടറോടും നാം സംസാരിച്ചിരുന്നു. ആ ബസ് 6 മണിക്ക് ഇവിടെ എത്തി. ഇവിടെ നിന്ന് നിറയെ യാത്രക്കാരുമായി പോയിരുന്ന, നേരത്തെ ഈ ഒരു വർഷം മുമ്പ് ആ നിലയ്ക്ക് പോയിരുന്ന ബസ്സായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ന് ഒരു യാത്രക്കാരിയെ മാത്രമാണ് ആ ബസ്സിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ നിന്ന് ആളുകൾ കയറാനില്ല എന്നാണ് അവർ പറയുന്നത്. ആ നിലയ്ക്ക് ഈ സ്ഥലം മാറിപ്പോയി. നമുക്കറിയാം ഇപ്പോൾ ചൂരൽമല അങ്ങാടിയാണ്, ഇതിന് മുകളിലേക്ക് മുണ്ടക്കൈ, ആ നിലയ്ക്ക് മുകളിലേക്ക് പോയാൽ മറ്റ് ഈ ദുരന്തം നാശം വിതച്ച മേഖലകളാണ്. അവിടെ നിന്നെല്ലാം നിരവധി മനുഷ്യരുണ്ടായിരുന്നു. എന്നാൽ ഈ ബാരിക്കേഡിനപ്പുറത്തേക്ക് തീർത്തും വിജനമായ നിലയിലേക്ക് ഈ ഒരു വർഷം കൊണ്ട് ഈ സ്ഥലം മാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണ നിലയിലേക്ക് ഈ അങ്ങാടി അടക്കം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കടകളടക്കം തുറന്ന് ആ നിലയ്ക്ക് സജീവമാകുന്ന നിലയിലേക്ക് വന്നിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശക്തമായ മഴ, പ്രതികൂല കാലാവസ്ഥ സമയത്ത് ഇവിടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്, അപകടാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസുകാർ മാത്രമാണ് ഇവിടെ, ഇപ്പോൾ ഈ കാവലായി നിൽക്കുന്ന പോലീസുകാർ മാത്രമാണ് മനുഷ്യരായി ഇവിടെ ഉള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ നേരത്തെ കണ്ട മുഹമ്മദ് എന്ന മനുഷ്യനെയും കണ്ടത്. ഇപ്പോൾ മറ്റൊന്ന്, ഈ സ്വകാര്യ ബസ്, സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് എന്തോ അതിന്റെ സാങ്കേതിക തകരാറോ മറ്റോ പരിഹരിക്കുന്നതിനായി നിർത്തിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഈ മേഖല പൂർണ്ണമായും വിജനമാണ്. ചുരൽമല അങ്ങാടി വിജനമാണ് എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ഒരു വർഷം മുമ്പ് വരുമ്പോൾ നമ്മളിവിടെ കണ്ട കാഴ്ച അത് വിവരിക്കാൻ കഴിയില്ല, വിവരണാതീതമാണ്. ആ നിലയ്ക്ക് നമുക്കറിയാം, അത് പ്രത്യേകം പറയേണ്ടതുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനുശേഷം ഈ ദുരന്തം കഴിഞ്ഞ് പിന്നീട് ഏതാണ്ട് മാസങ്ങൾക്ക് ശേഷം ഇവിടെ പൂർണ്ണമായി വൃത്തിയാക്കി സാധാരണ വലിയ പ്രശ്നമില്ലാത്ത കടകൾ സാധാരണ നിലയ്ക്ക് പ്രവർത്തനം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ഇനി സാധ്യമാകാത്ത വിധം ഇപ്പോഴും പ്രതികൂല കാലാവസ്ഥ ഈ മേഖലയിൽ നിൽക്കുന്നു. ഒരുപക്ഷെ ഈ മഴക്കാലം കഴിഞ്ഞാൽ, വർഷകാലം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികളെല്ലാം തന്നെ വന്നിരുന്ന സ്ഥലമാണ്. ആ നിലയ്ക്ക് വീണ്ടും ഈ അങ്ങാടി സജീവമാകുമെന്ന പ്രതീക്ഷ ഈ മുഹമ്മദിനെ പോലെ, കടർത്തുന്ന മുഹമ്മദിനെ പോലെയുള്ള ആളുകൾക്കുണ്ട്. കഴിഞ്ഞ 55 വർഷമായി പ്രവർത്തിക്കുന്ന കടയാണ്. പക്ഷേ ഇപ്പോൾ അത് ആകെ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹം കട തുറന്നിട്ടുണ്ട്. അല്പം കഴിഞ്ഞാൽ അത് അടച്ചു പോകും. കാര്യം വാങ്ങാൻ വന്നിട്ടില്ല, സാധനം വാങ്ങാൻ വന്നിട്ടില്ല. അവിടെ ഉള്ള സാധനങ്ങൾ നശിച്ചു പോകാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് രാവിലെ വന്ന് കട തുറന്ന് അല്പം കഴിഞ്ഞ് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് കടകളൊന്നും തുറന്നിട്ടില്ല, മറ്റ് ആളുകളോ മറ്റോ ഈ ഭാഗത്തില്ല. തീർത്തും വിജനമായ ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ളത്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണമുണ്ട്. നമുക്കടക്കം, മാധ്യമപ്രവർത്തകർക്കടക്കം ഈ ബാരിക്കേഡ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത നിലയ്ക്കുള്ള നിയന്ത്രണമുണ്ട്. അത് സ്വാഭാവികമായും ഉണ്ടാകും. കാരണം ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയാണ്. അത്യാവശ്യം നല്ല മഴ, ശക്തമായ കാറ്റെല്ലാം ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇനിയും അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ്. ഒപ്പം തന്നെ കുത്തിയൊലിച്ചൊഴുകുന്ന പുഴ അപ്പുറത്തുണ്ട്. ബെയിലി പാലം കടന്നാൽ അതിന് താഴെയുള്ള പുഴയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ്
ജില്ലാ ഭരണകൂടം കടുത്ത നിയന്ത്രണം ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. റെഡ് സോണിലാണ് ഇപ്പോൾ വരുന്നത്. അതിന്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിച്ചിരുന്ന കടകൾ 2-3 കടകൾ തുറന്ന് പ്രവർത്തിച്ചിരുന്നു സാധാരണ പോലെ. ആ കടകൾക്ക് പോലും തുറക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. ആ നിലയ്ക്കാണ് ഇപ്പോൾ ചൂരൽമല അങ്ങാടിയുടെ അവസ്ഥയുള്ളത്. അമൃത.